അതിരമ്പുഴ പഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം കാഴ്ചവസ്തുവായി മാറി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നു നൽകിയിരുന്നു. ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളും പണം കൊടുത്ത് ഉപയോഗിക്കുവാൻ ആളുകൾ താൽപര്യം കാട്ടിയില്ലെന്നും ഇതേ തുടർന്ന് ഇവിടെ ജോലി ചെയ്തിരുന്നവർക്ക് കൂലി നൽകാൻ കഴിയാതെ വരികയും പഞ്ചായത്തിന് സാമ്പത്തിക ബാധ്യത വന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെയും പഞ്ചായത്ത് അംഗവും പറഞ്ഞു. വാർത്തയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഫോട്ടോ ഒന്നും മനോരമയിൽ കൊടുത്തിരിക്കുന്നത് നേരെയുള്ള ഫോട്ടോയല്ല, തൊട്ടപ്പുറത്ത് കാട് പിടിച്ച് കിടപ്പുണ്ട്. ആ കാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അതുകൊണ്ടാണ് അവിടെ ചെടികളെല്ലാം ഈ കാട് പിടിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഫോട്ടോ ആ ടേക്ക് എ ബ്രേക്കിൻ്റെ നേരെ എടുക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ കാടൊന്നുമില്ല. അതുപോലെ തന്നെ കച്ചവടക്കാരും നാട്ടുകാരുടെയും നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടോയ്ലറ്റ് സമുച്ചയം ഉണ്ടാക്കിയത്. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത്. അതിനിപ്പം ഇന്ന് വാർത്തയ്ക്കകത്ത് അതിനകത്ത് ജലവും ഉണ്ട്, വൈദ്യുതിയും ഉണ്ട്, അതെല്ലാം കൊടുക്കുന്നു. പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് കുടുംബശ്രീക്കാരാണ് 2-3 ദിവസം അവിടെ വന്ന് നോക്കിയിട്ടും ഒരു മനുഷ്യനും വന്ന് അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അത് അടഞ്ഞു കിടക്കുന്നത്. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. കുടുംബശ്രീയുടെ ആളുകളുമായിട്ട് അവർ ബന്ധപ്പെട്ടാലും അതറിയുന്നതാണ്. ഈ വാർത്തകൾ ആളുകൾ ഉപയോഗിക്കാതെ നമുക്കൊന്നും, ഈ ടോയ്ലറ്റ് ആളുകൾ ഉപയോഗിക്കാതെ നമുക്ക് ആളുകളെ നിർബന്ധിച്ച് ഉപയോഗിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ടേക്ക് എ ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ കയറിയ ഉടനെ തന്നെ അതിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുകയും ഒരു ദിവസ വേതനത്തിന് അവിടെ നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പ്രകാരം ആ കുട്ടി 2 ദിവസം അവിടെ വന്നിട്ടും ഒരു മനുഷ്യൻ പോലും അവിടെ കയറി വരികയോ അത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആ സ്ഥിതിക്ക് ആ കുട്ടിക്ക് 10 രൂപ പോലും കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല. ആ ഒരു ദിവസ വേതനം കൊടുക്കാതെ ആരും അവിടെ നിൽക്കുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് തൽക്കാലത്തേക്ക് ലോക്ക് ചെയ്തിടുക. ഇനി അവിടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ ഞങ്ങൾ അവിടുത്തെ കടകളിൽ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെ ആരും അങ്ങോട്ട് വരാനും തയ്യാറായില്ല. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ എമൗണ്ട് വരുന്നു, കറണ്ടിൻ്റെ ചാർജ് വരുന്നു, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും നിർത്തേണ്ട കൂലിയും കൂടെ വരുമ്പം പഞ്ചായത്തിനത് വഹിക്കാൻ സാധിക്കുന്നതല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അവിടെ ഏതെങ്കിലും ഓഫീസ് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്ന രീതിയിൽ ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ കേന്ദ്രത്തിൽ വെള്ളവും വെളിച്ചവും വൈദ്യുതിയും ക്രമീകരിച്ചിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.